അച്ഛനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന ഒരു ചെറിയ ഗിഫ്റ്റ് ആണെങ്കിൽ പോലും അത് അവർക്ക് ഒരുപാട് വലുതാണ് അല്ലേ? അമ്മ എന്നുള്ള ഒരു ഫാക്ടർ നമ്മളെപ്പോഴും നമ്മൾ അടുത്ത് കാണുകയും നമുക്ക് ഒത്തിരി എക്സ്പോഷർ ഉണ്ട് നമ്മുടെ അമ്മയുമായിട്ട്. അതുകൊണ്ട് അമ്മയുടെ ആവശ്യങ്ങൾ നമുക്ക് പലപ്പോഴും അമ്മ പറയാതെ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അതേസമയം ഒരു അച്ഛൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അച്ഛൻ അത് പറയില്ല എന്നുള്ളതാണ് പലപ്പോഴും കാണാറുള്ളൊരു കാര്യം. അത് എല്ലാ വീടുകളിലും അങ്ങനെ തന്നെയാന്ന് തോന്നുന്നു അല്ലേ? അച്ഛന്മാര് പൊതുവെ അവരുടെ ആവശ്യങ്ങൾ മക്കളോട് പറയാൻ പൊതുവെ മടി കാണിക്കാറുണ്ട്. എനിക്കിപ്പം എനിക്ക് ഇന്ന പുസ്തകം വേണം, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു പേന വേണം, ഇങ്ങനത്തെ ഒരു മൊബൈൽ വേണം, അങ്ങനത്തെ ഒരു ചെരുപ്പ് വേണം എന്നൊക്കെ അച്ഛൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ മേ ബി അച്ഛൻ സ്വന്തമായിട്ട് വാങ്ങിക്കാം, ഞാൻ അടുത്ത വർഷം പൈസ കൂട്ടിയിട്ട് വാങ്ങിച്ചോളാം എന്നതായിരിക്കും അച്ഛൻ മനസ്സിൽ വിചാരിക്കണം. ഒരിക്കലും അതൊരു അച്ഛൻ മക്കളോട് ചോദിക്കില്ല. അപ്പൊ അതൊന്ന് അറിഞ്ഞ് കണ്ട് ഒന്ന് പ്രവർത്തിക്കുക. അച്ഛന് വേണ്ടി അച്ഛന്റെ മനസ്സ് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന മക്കളോട് അങ്ങനെ ആഹ്വാനം ചെയ്തുകൊണ്ട്, അതെ, അങ്ങനെ ഒരു സന്ദേശം നൽകിക്കൊണ്ട് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. അടുത്ത സെഗ്മെന്റ് ഫെങ് ഷുയി. നമസ്കാരം. ലേഡീസ് അവറിന്റെ ഫെങ് ഷുയി സെഗ്മെന്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഫെങ് ഷുയി സംബന്ധമായ ചൈനീസ് വാസ്തുവിദ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തേജസ് ഫെങ് ഷുയി ഡയറക്ടർ ഡോക്ടർ ഷാജി കെ നായരാണ്. സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, നമ്മളിന്ന് സംസാരിക്കുന്നത് പൊതുവെ നമ്മുടെ പഴയ വീടുകൾ, പ്രത്യേകിച്ച് 4 കെട്ട് 8 കെട്ട് അത്തരത്തിലുള്ള വീടുകൾ, അത് പൊളിക്ക് ചില ഭാഗങ്ങൾ, ആ വീടിൻ്റെ മുഴുവനായിട്ട് ആ വീട് നശിപ്പിക്കാതെ ചില ഭാഗങ്ങൾ മാത്രം പൊളിച്ച് അത് ഹോട്ടലായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഹെറിറ്റേജ് ഹോംസ് ആയിട്ട് ഉപയോഗിക്കുക, ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി മാറ്റുക, അങ്ങനെയൊക്കെ ചെയ്ത് കാണാറുണ്ട്. അല്ലെങ്കിൽ ആ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചില പ്രത്യേക തടികളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വീടിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് വേറെ വീട് വയ്ക്കുക, വേറെ വീട്ടിലേക്ക് അത് ഉപയോഗിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ ഫെങ് ഷുയി പ്രകാരം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അനുവദനീയമാണോ? അത്തരം ചെയ്യുന്നതിന് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ? അത്തരം കാര്യങ്ങളൊന്ന് സംസാരിക്കാം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ പഴയ വീടുകൾ പൊളിച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് പുതിയതായിട്ടെടുത്ത് പണിയുമ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, വളരെ പഴയ ഇല്ലങ്ങളും അല്ലെങ്കിൽ പഴയ തറവാടുകളിലൊക്കെ ഒത്തിരി പൂജകളും ആഭിചാരക്രിയകളും അതേപോലെ തന്നെ നല്ല കർമ്മങ്ങളും ഒക്കെ നടന്നിട്ടുള്ള വീടുകൾ പലതും ഉണ്ടാവും. അപ്പോൾ ഈ ഇടയ്ക്ക് ഒരു അനുഭവത്തിലും കൂടെയാണ് ഞാനത് പറയാൻ കാരണം. തൃശ്ശൂരിൽ ഒരു വീടെന്ന് പറയാൻ പറ്റത്തില്ല, കൊട്ടാരം എന്നാണ് ഈ പറയണത്. അതിനകത്ത് അതായത് ഒരു 3500ഓളം സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അത് ഗ്രൗണ്ട് ഫ്ലോർ മാത്രം. ഇതിനകത്ത് ഈ ഒരു 8ഓളം കൽത്തൂണുകളുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, ആ വീട് പോയി നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഒത്തിരി നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് ആണ് എങ്കിലും അതിനകത്ത് ചില ഭാഗങ്ങളിൽ ചെല്ലുമ്പോൾ ഒത്തിരി റിജക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം റൈക്കിയൊക്കെ ഞങ്ങൾക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് ഈ ചില നെഗറ്റീവ് ഭാഗങ്ങളിൽ പോകുമ്പോൾ നമ്മൾ റിജക്റ്റ് ചെയ്യുന്ന വെച്ചാൽ ഒരു പുഷിങ് പോലെ, നമ്മൾ ആ ഭാഗത്തോട്ട് അടുപ്പിക്കാത്തത് പോലെ ഒരു പ്രഷർ നമുക്ക് ഫീൽ ചെയ്യാൻ ഉള്ളൊരിതുണ്ട്. അത് ഞങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ ഫലമാണ്. അപ്പോൾ അങ്ങനെ പോയി മുകളിലത്തെ നിലയിൽ ചെന്നപ്പോൾ ഒരു റൂമിൽ ചെന്നപ്പോൾ ഇതേപോലുള്ളൊരു ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് എഫക്റ്റ്. അപ്പം പുള്ളിയോട് ചോദിച്ചു, ഇത് കംപ്ലീറ്റ് കാര്യങ്ങളും ചെക്ക് ചെയ്ത് വന്നിട്ട് ചോദിച്ചു, ഈ കൽത്തൂണുകൾ എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിച്ചു. അപ്പം കൽത്തൂണുകൾ കിട്ടിയിട്ടുള്ളത് ഗോവയിൽ നിന്ന്, അവിടെ ഏതോ ഒരു കൊട്ടാരോ എന്തോ പൊളിച്ചപ്പോൾ അതിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഡൗസ് ചെയ്യാൻ പറ്റും, റാഡുണ്ട്, ഡൗസിങ് റാഡൊക്കെ ഉണ്ട്. അത് വെച്ചാൽ ഈ പെൻഡിൽ ഉപയോഗിച്ച് ഞങ്ങൾ അതിനകത്തുള്ള നെഗറ്റീവ് എനർജി ഞങ്ങൾ റീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ എല്ലാം ഒരു 13ഓ 15ഓ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റീഡ് ചെയ്ത് വന്നപ്പോൾ അതിനകത്ത് വുഡിലുള്ള 4 തൂണുകളുണ്ടായിരുന്നു. ഈ 4 തൂണുകൾ വുഡായതുകൊണ്ട് തന്നെയാണ് അവർ 3ാമത്തെ നിലയിലാണ് അത് വച്ചിട്ടുള്ളത്. ഈ 4 തൂണുകൾ കാരണം നല്ല ഭംഗിയാണ്, ഒരേ ലെവലിലാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ എല്ലാ തൂണുകളിലും ഞങ്ങൾ ഡൗസ് ചെയ്ത് പോയപ്പോൾ അതിലൊന്നും പ്രശ്നമില്ല. ഏറ്റവും മുകളിലുള്ള വുഡിൽ കാണിക്കുന്ന ഒരു തൂണിലാണ് ഈ ഒരു നെഗറ്റീവ് എനർജി ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്. കാരണം ആ വീട്ടിൽ അവർ ആ വീട് വെച്ച് അതിനുശേഷം പുള്ളി ഗൾഫിലാണ് ജോലി, നല്ലൊരു ബിസിനസ്സുകാരനാണ്. ഈ വീട് വെച്ചതിന് ശേഷം പുള്ളിക്ക് ഗ്രാജുവലി പ്രശ്നങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിനാണ് എന്നെ വിളിച്ച് കാണിക്കാൻ കാരണം. പല പൂജകളും കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്തു, എന്നിട്ടും ഒരു ഇതില്ലാതെ അങ്ങനെ എന്നെ വിളിച്ച് കാണിച്ചപ്പോൾ ഞങ്ങളിത് ഡൗസ് ചെയ്ത് നോക്കുമ്പോൾ ആ തൂണിലാണ് പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. എന്താണ് അങ്ങനെ വരാൻ കാരണം? ഈ പഴയ കൊട്ടാരങ്ങളിലും അല്ലെങ്കിൽ പഴയ തറവാടുകളിലൊക്കെ ഈ സാധാരണ നമ്മൾ എത്രത്തോളം വിശ്വസിക്കും എന്നറിയില്ല, ഈ ആഭിചാര ക്രിയകളൊക്കെ ചെയ്യുമ്പോൾ ആ മന്ത്രജപത്തോടു കൂടി പല തൂണുകളിലും ആണിയിൽ തറച്ച് നിർത്താറുണ്ട് നെഗറ്റീവ് എനർജി. കാരണം അതിനൊരു വിലക്കെന്നൊക്കെ പറയും. അങ്ങനെ
ആണിയിൽ തറച്ചൊക്കെ വയ്ക്കാറുണ്ട്, അല്ലെങ്കിൽ ഉത്തരത്തിലോ അല്ലെങ്കിൽ ചില ജനലിൻ്റെ പടികളിലോ. അങ്ങനെ പഴയ അപ്പൂപ്പന്മാരൊക്കെ അല്ലെങ്കിൽ പഴയ കാരണവന്മാരൊക്കെ അത് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നെഗറ്റീവ് എനർജിയാണ് ആ തൂണിനുണ്ടായിരുന്നത്. അദ്ദേഹം വലിയ, ഞാൻ പറഞ്ഞു ആ തൂണിലാണ് പ്രശ്നം, അതിനകത്തൊരു 3 or 4 ആണി തറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പൊട്ടിപ്പോയതുകൊണ്ട് തറച്ചെന്നാണ് പുള്ളി വിചാരിച്ചിരുന്നത്. അല്ല, ആ തൂണിൽ വേറെ പൊട്ടലൊന്നും വന്നിട്ടില്ലായിരുന്നു, വെറും ആണി മാത്രം തറച്ച് വെച്ചേക്കായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആ ആണി തറച്ചിട്ട് ആ ഒരു നെഗറ്റീവ് എഫക്റ്റുള്ള തൂണാണ് ആ വീട്ടിൽ കൊണ്ടുവച്ചത്. അതുകൊണ്ട് ആ വീട്ടിലുള്ള അംഗങ്ങളെല്ലാം വളരെ അത് ബാധിച്ചു, ആ നെഗറ്റീവ് എഫക്റ്റ് ബാധിച്ചു. ഈ സാധാരണ ഈ ബാധയെന്നും യക്ഷി എന്നൊക്കെ പറയുന്നത് പോലെ, പല ആൾക്കാരും പറയുന്നത് പോലെ വളരെ ഈ എന്താ പറയുക, ലൈറ്റായിട്ടുള്ളൊരു എഫക്റ്റാണ് അവർക്കുണ്ടാകുന്നത്. തൊഴിലിൽ തടസ്സം, ബിസിനസ്സിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്യാഷ് നമ്മുടെ കയ്യിൽ വരാതിരിക്കുക, ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ പുള്ളിക്ക് അതുണ്ടായിക്കൊണ്ടിരുന്നു. അപ്പം ആ ഒരു രീതി, അത് ആ തൂണ് അവസാനം പുള്ളി ആ തൂണ് അവിടെ നിന്ന് ഉപേക്ഷിച്ചതിന് ശേഷം പുതിയത് അതേപോലെ ഒന്ന് ചെയ്തു വച്ചതിന് ശേഷം ഇപ്പോൾ വളരെ നല്ല മാറ്റം ആണ് അവർക്കുള്ളത്. തൃശ്ശൂർ ഗുരുവായൂരിനടുത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹം ചിലപ്പോൾ ഇത് എപ്പിസോഡ് അദ്ദേഹം കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. കാരണം അത്രത്തോളം സന്തോഷമായിരുന്നു അദ്ദേഹത്തിന് ആ ഒരു, കാരണം പലയിടത്തും കണ്ടുപിടിക്കാൻ പറ്റിയില്ല, ഞങ്ങളുടെ ഹൗസിൽ നിന്നാണ് അത് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇതേപോലെയാണ് പഴയ ഇല്ലങ്ങളും വീടുകളൊക്കെ പൊളിച്ചിട്ട് അതിൻ്റെ സാധനങ്ങൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഹോട്ടലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും 1 or 2 ദിവസം താമസിക്കുവാനൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷെ അവിടെ ഈ ഹോട്ടലിന്റെ ഉടമയ്ക്ക് അത് എന്തെങ്കിലും ഉടമയ്ക്കെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വേറെ സൂട്ടബിൾ ആയിട്ടുള്ള വീടുണ്ടാവും, ഇത് താമസിക്കുന്നില്ല, അത് പ്രോബ്ലം ഒന്നുമില്ല. അപ്പം അതിന് ഒരു എന്താ പറയുക, ഒരു കേരളീയ സ്റ്റൈലിലൊക്കെ നമുക്കത് ചെയ്ത് വയ്ക്കുന്നതിനൊന്നും തെറ്റില്ല. പക്ഷേ നമുക്ക് താമസിക്കുവാൻ ഉള്ള വീടുകളിൽ കഴിയുന്നതും പഴയ സാധനങ്ങൾ വാങ്ങി വച്ച് അതിൻ്റെ കട്ടളയോ അല്ലെങ്കിൽ ജനാലയോ വാങ്ങിച്ച് വയ്ക്കാതിരിക്കുവാൻ ശ്രമിക്കണം. കാരണം ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് പഴയതാണ് ഏറ്റവും കൂടുതൽ ലാഭം. അപ്പോൾ എല്ലാവരും അത് തന്നെ വാങ്ങിക്കും. അതെ, അങ്ങനെ ചില ആൾക്കാരൊക്കെ വാങ്ങിച്ച് വയ്ക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതിനകത്ത് ആവശ്യമില്ലാത്ത സ്ഥാനങ്ങളിലുള്ള ആണി തറച്ചിട്ടുണ്ടോ, ഇതൊക്കെ വ്യക്തമായിട്ട് നോക്കിയിട്ട് വേണം നമ്മളത് വാങ്ങാം. ചില ഈ എന്താ പറയുക, തടിയൊക്കെ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ എന്താ പറയുക, കൈക്കൊക്കെ ഒരു പെരുപ്പുണ്ടാവും, ഒരു വല്ലാത്തൊരു ഷോക്ക് അടിക്കുന്ന ഒരു എഫക്റ്റൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളതൊക്കെ എടുക്കുകയാണെങ്കിൽ അത് നല്ല മെഡിറ്റേഷനോട് കൂടി, ഇപ്പോൾ ഏത് മതവിഭാഗത്തിലുള്ള ആളായിക്കോട്ടെ, നമ്മുടെ ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആ തടിയിൽ ചെന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ആ തടി പോസിറ്റീവ് ആണെങ്കിൽ നമുക്കൊന്നുമില്ല, നെഗറ്റീവ് ആണെങ്കിൽ ഉറപ്പായിട്ട് തടിയിൽ നിന്നൊരു വൈബ്രേഷൻ നമുക്കുണ്ടാവും. വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ വലിയ ഷോക്ക് അടിക്കില്ല, ലൈറ്റായിട്ട് ഒന്നുകിൽ നല്ല കൂൾ, നല്ല തണുത്തൊരു ഇതുണ്ടാവും, അല്ലെങ്കിൽ ചൂടുണ്ടാവും. ഇത് നമ്മുടെ ഈശ്വരൻ അറിയിച്ചു തരുന്ന ആ ഒരു എനർജി നമുക്ക് അത് അറിയിച്ചു തരുന്ന ഒരു എഫക്റ്റാണ്. നിങ്ങൾക്ക് തന്നെ അത് ടെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് കഴിയുന്നതും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു എന്താ പറയുക, സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങളുടെ വീട്ടിലോട്ട് മുടക്കുന്നത്. അതിൻ്റെ കൂടെ ഈ പഴയ തടികളൊക്കെ വാങ്ങി വെച്ചിട്ട് ദുരിതം എടുത്ത് തലയിൽ വയ്ക്കുന്നതിനേക്കാളും കഴിയുന്നതും പുതിയതൊക്കെ വാങ്ങിച്ച് വെച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഈ പണ്ടുള്ള ഈ തട്ടൊക്കെ ഉണ്ടല്ലോ, മച്ചൊക്കെ പൊളിച്ചിട്ട് അതിൽ തന്നെ കട്ടളയും ജനലൊക്കെ ഉണ്ടാക്കി തരുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോവുക. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ദർശനം എങ്ങോട്ടാണ് നോട്ട് ചെയ്ത് വിളിക്കുക. നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്ത് തരാം. എന്നെ ഡയറക്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ വെഞ്ഞാറമൂട്, ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലാണ്, വെഞ്ഞാറമൂട് ഇലഞ്ഞിക്കാവ് ചാമുണ്ഡി ദേവി കുബേരക്ഷേത്രത്തിൽ വരിക. ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ ഞാൻ അവിടെ ഉണ്ടാവും. വിളിച്ചിട്ട് വരിക. നമസ്കാരം.